1970-കളിൽ തുടങ്ങിയ പ്രവാസം 5 പതിറ്റാണ്ടുകൾക്കപ്പുറം കടുത്ത അനിശ്ചിതത്വത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പ്രവാസികളുടെ രക്തവും വിയർപ്പും ഊറ്റിയെടുത്ത് വളർന്ന ഗൾഫ് നാടുകളിൽ ഇന്ന് ജനസംഖ്യ 6.28 കോടി കടന്നു കുതിക്കുമ്പോൾ അവിടെ മലയാളികളുടെ നിലനിൽപ്പ് നല്ല ചോദ്യം ചെയ്യപ്പെടുന്നു. 2050 GCC ജനസംഖ്യ 8.36 കോടിയിലേക്ക് ഉയരുമെന്ന പ്രവചനം പ്രവാസികൾക്ക് ആശ്വാസകരമല്ല, മറിച്ച് കടുത്ത തിരിച്ചടിയുടെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്. പതിറ്റാണ്ടുകളായി മലയാളി അനുഭവിച്ച പ്രവാസ വസന്തത്തിന് ശാശ്വതമായ തിരശീല വീഴുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ജനസംഖ്യയിൽ വലിയ വർധനവ് ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2022-ൽ 5.66 കോടിയായിരുന്ന ഗൾഫ് ജനസംഖ്യ 2024-ൽ 6.15 കോടിയായും 2025-ൽ ഏകദേശം 6.28 കോടിയായിട്ടും ഉയർന്നു. 2022 മുതൽ 2025 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 62 ലക്ഷം പേരുടെ വർധനവാണുണ്ടായത്. പ്രതിവർഷം ശരാശരി 3.5% എന്ന നിരക്കിലാണ് ഗൾഫ് ജനസംഖ്യ വളരുന്നത്. ലോക ജനസംഖ്യയുടെ 0.8% ആളുകളാണ് നിലവിൽ ഗൾഫ് മേഖലയിലുള്ളത്. ആഗോളതലത്തിൽ ജൂലൈ 11 ആചരിച്ച ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഈ പ്രത്യേക ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ഭാവിയിൽ ഗൾഫ് മേഖലയിലെ ജനസംഖ്യ ഇനിയും വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് പ്രവചനം. 2050 ആകുമ്പോഴേക്കും GCCയിലെ ആകെ ജനസംഖ്യ 8.36 കോടിയിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് 2025-നെ അപേക്ഷിച്ച് ജനസംഖ്യയിൽ 33.6% വർധനവ് വരും വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന് ചുരുക്കം. ഗൾഫ് മേഖലയുടെ ജനസംഖ്യാ ഘടനയിൽ യുവതലമുറയ്ക്കാണ് വലിയ മുൻതൂക്കമുള്ളത്. 2024 കണക്കുകൾ പരിശോധിച്ചാൽ ആകെ ജനസംഖ്യയായ 6.15 കോടിയിൽ 2.35 കോടിയും 15-നും 34-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് മൊത്തം ജനസംഖ്യയുടെ 38.2% യുവജനങ്ങളാണ്. നമുക്കറിയാം, ഗൾഫിലെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി അതിന് ഒരു ചരിത്രം തന്നെയുണ്ട്. നമ്മുടെ നാട് ഇന്നത്തെ ഒരു രീതിയിലേക്ക് മാറിയതിൽ വലിയ പങ്ക് ഗൾഫ് കുടിയേറ്റത്തിനുണ്ട്. നമുക്കറിയാം, ഒരു രാജ്യത്തെ ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ തൊഴിലവസരങ്ങളും മറ്റു സൗകര്യങ്ങളും ഉണ്ടായില്ലെങ്കിൽ അത് ആ രാജ്യത്തെ ജനജീവിതത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. ജനസംഖ്യാ വർധനവിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് മതിയായ തൊഴിലവസരങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ രീതിയിലാണ് ആ രാജ്യത്തെ ജനത്തെ ബാധിക്കുന്നത്. തൊഴിലവസരങ്ങൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പലരും അവരുടെ ജോലിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മതിയായ ശമ്പളം ഉണ്ടാവില്ല, ആനുകൂല്യങ്ങൾ കിട്ടണം എന്നില്ല, മാത്രമല്ല എല്ലാവർക്കും നല്ല ജോലിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിത നിലവാരം നമ്മുടെ ജോലിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ജോലിയും നല്ല ശമ്പളവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം വളരെ കൂടിയതായിരിക്കും. അതേസമയം ജോലി നല്ലതല്ല, അല്ലെങ്കിൽ ജോലി ഇല്ല, മാത്രമല്ല ഇതിനു പുറമെ റെഗുലറായിട്ട് ജോലി ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ജോലി നഷ്ടപ്പെടുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിത നിലവാരത്തെ വലിയ രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ 70-കളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗൾഫ് കുടിയേറ്റം കേരളത്തിന്റെ ജനജീവിതത്തെ എങ്ങനെ മാറ്റി എന്നുള്ളതാണ്. മലയാളികളുടെ ചരിത്രത്തിൽ തന്നെ ഗൾഫിന് മുമ്പും ഗൾഫിന് ശേഷവും എന്ന് വിഭജിക്കാവുന്ന അത്ര ആഴത്തിലുള്ള സ്വാധീനമാണ് ഇതുണ്ടാക്കിയത്. പുതിയ തലമുറ കുടുംബത്തെ കൂടെ കൂട്ടാൻ തുടങ്ങിയതോടുകൂടി കേരളത്തിലേക്കുള്ള പണത്തിന്റെ ഒഴുക്കിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സ്വദേശീവൽക്കരണ നയങ്ങൾ കാരണം പലരും നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യവും നിലവിലുണ്ട്. കേരളത്തെ ഇന്നത്തെ വികസിത മാതൃകയിലേക്ക് ഉയർത്തുന്നതിൽ ഗൾഫ് കുടിയേറ്റത്തിന്റെ പങ്ക് വളരെ വലുതാണ്. നിങ്ങളൊന്ന് എടുത്തു പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം വന്നപ്പോൾ, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക കാര്യത്തിൽ വലിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ദുബായിലെ ടൂറിസം മേഖലയിൽ വലിയ ഇടിവുണ്ടായതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ദുബായ് ടൂറിസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന ഒന്നാണ്. അപ്പോൾ അവിടുത്തെ ടൂറിസത്തിൽ ഇടിവുണ്ടായപ്പോൾ, കാരണം ഇങ്ങനൊരു യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് പലരും ദുബായിലേക്ക് വരുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. ഉള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ദുബായിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം എത്ര കാലം എടുക്കുമെന്ന് അറിയത്തില്ല അത് തീരാനായിട്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഗൾഫ് പ്രവാസികളുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ 2050 ആകുമ്പോഴേക്കും ഗൾഫിൽ വലിയ രീതിയിൽ ജനസംഖ്യാ വർധനം ഉണ്ടാവും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്.